ഹേ ഗായ്സ്, അപ്പം നമ്മളിന്ന് കാക്കാടെ കമ്പനിയിലെ ഗസ്റ്റ് ഹൗസിലേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണിത്. ഇത് ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു ലോങ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ഓൺ ദ വേ ആണ്. അപ്പോൾ ഞങ്ങൾ ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയിട്ടാണ് പോകുന്നത്. അമ്പലമുകളിലാണ് സ്ഥലം. കാക്ക FAC ജോലിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു കാട് വൈബാണ്. മൊത്തം ഫുൾ മരങ്ങളാണ്. നമ്മളങ്ങോട്ട് കുറച്ച് കയറി അവിടെ കമ്പനിയിൽ നിന്നൊരു കാക്കയുടെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് അയാളാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്നത്. ആ ചേട്ടൻ ഫ്രണ്ടിൽ ബൈക്കിൽ പോകുന്നുണ്ട്. ഇവിടെ താമസിക്കണമെങ്കിൽ കുറേ എന്തൊക്കെയോ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. അവിടുത്തെ എംപ്ലോയീസിന് മാത്രമാണ് അവിടെ താമസിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഫസ്റ്റ് ടൈം വന്നുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും വലിയ കാര്യമായിട്ട് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ചേട്ടനാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. പോണ വഴി മൊത്തം ഇതുപോലെ കാട് വരെയാണ്. അവിടെ ഒരു ചെക്ക് പോസ്റ്റാണത്. അപ്പോൾ ഇത് നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് അകത്തേക്ക് നമ്മൾ എൻ്റർ ചെയ്യുള്ളൂ. വേറെ പുറമേ നിന്നുള്ള ആരെയും ഇങ്ങനെ എൻ്റർ ചെയ്യില്ല അതിൻ്റെ അകത്തേക്ക്. ഇത് ഒരു മിനി ഡാം എന്നൊക്കെ പറയാം. ആ സൈഡിൽ കണ്ട വെള്ളം ഒരു ചെറിയൊരു ഡാമാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് നേരെ ഗസ്റ്റ് ഹൗസിലേക്ക് കയറി. ഇതാണ് ഫാക്റ്റിൻ്റെ അമ്പലമുകളിലുള്ള ഗസ്റ്റ് ഹൗസ്. നമ്മളവിടെ എത്തി. ഞങ്ങളെത്തിയപ്പോൾ അവിടെ എന്തൊരു പണി നടക്കുന്നുണ്ടായിരുന്നു, എന്തൊരു പ്രോഗ്രാമിൻ്റെ. നമ്മളവിടെ എത്തി. ഞങ്ങൾ മാത്രമാണ് ഉണ്ടായുള്ളൂ അന്ന്. നമ്മളകത്തേക്ക് കയറി. വേറെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ എൻ്റർ ചെയ്യാണ്. ഒരു പഴയ കെട്ടിടം, ഭയങ്കര നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു ഇതായിരുന്നു. മൊത്തം ചുറ്റും കാട്, നമ്മൾ നടുക്കൊരു ബിൽഡിങ്ങിൻ്റെ അകത്ത് നമ്മൾ മാത്രം അങ്ങനെ. പിന്നെ ഞങ്ങൾ കാക്കയുടെ ഒരു ഫ്രണ്ടും വൈഫും വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 4 പേരായിരുന്നു സ്റ്റേ അവിടെ. ഇതൊക്കെയാണ് ഇവിടുത്തെ റൂംസ്. പഴയ ബിൽഡിങ്ങാണ്, പഴയ ടൈപ്പാണ് എല്ലാം. ഇതാണ് നമ്മുടെ റൂം. AC ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റൂമാണ്. ഇതാണ് ഇതിവിടുത്തെ ബാത്റൂം. കുഴപ്പമില്ല, നല്ല നീറ്റാണ്. അങ്ങനെ പുറത്തേക്ക് നമ്മൾ ഇറങ്ങി. ആദ്യം കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് ആ ടെറസിൻ്റെ മുകളിൽ കയറാൻ വേണ്ടി പോയി. അപ്പോൾ ഇവൻ നല്ല ഓട്ടമാണ്. ഓടി അവൻ അതിൻ്റെ മുകളിൽ കയറി. ഇതിൽ കൂടെ നടക്കുമ്പോഴൊക്കെ കുറച്ച് ഡേഞ്ചറാണ് കൊച്ചുങ്ങൾ. അത് കഴിഞ്ഞ് പിന്നെ അവനെ പിടിച്ച്, കാരണം സൈഡിൽ ഇങ്ങനെ വരയാണല്ലോ, അതുകൊണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അവിടുത്തെ ആ ഡാമിൻ്റെ വെള്ളത്തിൻ്റെ അങ്ങടേക്കൊക്കെ പോവുകയാണ്. ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങി. നല്ലൊരു പീസ് മൈൻഡായിരുന്നു. വേറെ ഒച്ചയോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ഇതേപോലെ ഒരു ഭയങ്കര ആളില്ല, തിരക്കില്ല, നമ്മൾ മാത്രം. ഭയങ്കര സൈലൻസ് ആയിരുന്നു മൊത്തം. അടിപൊളിയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കകയുടെ ഫ്രണ്ടും വൈഫൊക്കെ വന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ സെറ്റായിരുന്നു. നമ്മൾ വെറുതെ പുറത്തിറങ്ങി ഇങ്ങനെ അതിനെ കളിപ്പിച്ച് നടക്കുകയാണ്. പിന്നെ അവന് കളിക്കാൻ ആളില്ലാത്തതുകൊണ്ടുള്ളൊരു ഇതായിരുന്നു. നമ്മുടെ മൊട്ട ശിവ, അവിടെ മൊട്ട താഴെ നല്ല കളിയാണ്. അവൻ്റേതായ ലോകത്താണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നടക്കാൻ തീരുമാനിച്ച്. കുറച്ച് നടന്ന് നല്ലൊരു കാട് പോലെ ആയിരുന്നു. നമുക്ക് ചില വഴികൾ കാണുമ്പോൾ നമുക്ക് പേടിയാവും, കാരണം നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അടുത്തിങ്ങനെ നടന്നിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്.
വേറെ ആരില്ല. ഇരുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പേടിയാവും. നമുക്ക് ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് അവിടുത്തെ വെള്ളത്തിൽ പോയി കുറച്ച് നേരം അവിടെ കളിച്ച് അങ്ങനെ പിന്നെ ഞങ്ങൾ നൈറ്റ് ആയപ്പോൾ ഇക്കാക്കയുടെ ഫ്രണ്ട് വന്ന് ഞങ്ങൾ പോയി ഫുഡ് കഴിച്ച് ഞങ്ങൾ ഉറങ്ങി. പിറ്റേന്ന് രാവിലെ നമ്മൾ എണീച്ച് അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.